സൈലൻസ്, മിണ്ടാരിയടാ. ഇതെന്തോ ചന്തയോ? അല്ല, ഇത് ക്ലാസ് റൂമാ. ടീച്ചറിന് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ദേ എന്നോട് അറുതല അല്ല പറുതല പുല്ല് എന്തു വരുന്നത്? ഓ ടീച്ചറെ, തറുതല. ആ തറുതല പറഞ്ഞ ഉണ്ടല്ലോ, ചന്തി അടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. ടീച്ചറെ, ചമ്മന്തി വേണ്ട, കുറച്ച് തോരൻ തന്നാ മതി. മിണ്ടാരിടാ. എല്ലാം ബുക്ക് എടുത്ത് ഞാൻ കുറച്ച് കണക്ക് ഞാൻ ബോർഡിൽ ഇട്ട് തരാം. ടീച്ചറെ, അതിനിപ്പോ ഈ പീരീഡ് PT-യാ? എന്തോ PT ഒന്നും ഇല്ല. PT സാർ ഇന്ന് വന്നില്ല. ഇന്ന് മൊത്തം ഞാനാ. സാറിനെ ഞാൻ വിളിച്ചോണ്ട് വരാം. സാറ് ഗ്രൗണ്ടിലുണ്ട്. സാറ് വന്നില്ല. അവിടെ ഇരുന്ന് എനിക്ക് കുറെ പഠിപ്പിച്ച് തീർക്കാനുണ്ട്. ടീച്ചറെ, ഞങ്ങൾ വിളിച്ചോണ്ട് വരാം സാറിനെ. സാറ് ഗ്രൗണ്ടിലുണ്ട്. വേണ്ട, അവിടെ ഇരിക്കെ, ഞാൻ വിളിച്ചോണ്ട് വരാം. എന്താ ഒരു വഴി? എന്തെങ്കിലും ഒരു പണി ചെയ്യണം. ഇപ്പൊ ചെയ്തു തരാം. ടീച്ചർ എന്തോ ആലോചിക്കുന്നല്ലോ. നമുക്കുള്ള പണിയാ. അതെ. ഇങ്ങാര് ഗ്രൗണ്ടിൽ കാണുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യ? കാണുന്നില്ലല്ലോ. ദാ നിൽക്കുന്നു. സാറേ. എന്താ ടീച്ചറെ? സാറേ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ ചിറ്റപ്പനാണെങ്കിൽ തിരുവല്ല സ്റ്റേഷനിൽ വന്ന് നിൽക്കുക. അപ്പോൾ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയായിരുന്നു. ആ പുള്ളിയാണിപ്പോൾ ഹോസ്പിറ്റൽ ഇഷ്യൂ ആയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ വിളിച്ചോണ്ട് വരാൻ ആരുമില്ലായിരുന്നു, ചിറ്റപ്പനെ. അല്ല, ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? അല്ല സാറേ, സാറൊന്ന് പോയി ചിറ്റപ്പനെ വിളിച്ചോണ്ട് വരാമോ? വേറെ ആരും ഇല്ലായിരുന്നു. അയ്യോ, ഞാൻ ഇവിടുന്ന് അവിടം വരെ പോയിട്ട് വരുമ്പോഴേക്കും 1 മണിക്കൂറാവും. എനിക്കാണ് പിള്ളേർക്ക് PT എടുക്കാനുള്ളതാ. അല്ല സാറേ, പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ എനിക്ക് പറയാനാണെങ്കിൽ വേറെ ആരുമില്ല. സാറ് മാത്രമേ ഉള്ളൂ. ടീച്ചർ വിഷമിക്കണ്ട, ഞാൻ പൊക്കോളാം. ശരി സാറേ. എന്നാൽ പിള്ളേരെ ഞാൻ PTക്ക് വിട്ടോളാം. അത് മതി. ശരി, ഞാൻ പോയിട്ട് വരാം. ഒരുപാട് നന്ദി സാറേ. ശരി. മണ്ടൻ, അവൻ തിരുവല്ലയിൽ പോയി ഒരുപാടൊന്ന് കറങ്ങിയിട്ട് വരട്ടെ. പൊട്ടനും പോയി, മണ്ടനും പോയി, ക്ലാസ് കിട്ടി. അയില സാറോ? ഇങ്ങാര് പോയില്ലയോ? അല്ല, പിള്ളേരൊക്കെ എന്തി? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ടീച്ചറെ, അവരൊക്കെ ഗ്രൗണ്ടിലോട്ട് പോയി. അവരൊക്കെ ഗ്രൗണ്ടിൽ പോയോ? ഞാൻ പിന്നെ തിരുവല്ല പോയിട്ട് പെട്ടെന്ന് വന്നതാ. തിരുവല്ല ഇല്ലയോ, നമ്മൾ അടുത്താന്നേ. ഇപ്പൊ പോയിട്ട് എപ്പോ വേണമെങ്കിലും അങ്ങ് വരാമല്ലോ. സാർ, അത് വേറെ ഏതെങ്കിലും ടീച്ചർമാരാണ് ഈ തിരുവല്ല കഥ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ ടീച്ചർ പറഞ്ഞോണ്ട് എനിക്ക് തീരെ വിശ്വാസമില്ല. പിന്നെ ഈ പീരീഡ് PT ആണല്ലോ. അപ്പൊ ഈ സമയത്ത് തന്നെ എന്നോട് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ ഏകദേശം കാര്യം എനിക്ക് മനസ്സിലായി. സാറേ, എനിക്ക് കുറെ പഠിപ്പിച്ച് തീർക്കാനുണ്ടായിരുന്നു. ടീച്ചർ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിപ്പിച്ചു. ഞാൻ എന്തായാലും ഗ്രൗണ്ടിലേക്ക് പോവാം. പിന്നെ ചിറ്റപ്പനെ തിരക്കിന്ന് പറയണേ. ഏത്? നമ്മുടെ മറ്റേ തിരുവല്ല ചിറ്റപ്പൻ തിരക്കിന്ന് പറയണേ. പറയാം, തിരക്കിന്ന് പറയാം. എന്നാ ശരി. എന്നോടാ കളി. ഐഡിയ ചീറ്റിപ്പോയി.